ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടുക്കി റിപ്പോർട്ടിലേക്ക് തിരികെ എത്താം. പാലക്കാട് എലപ്പുള്ളിയിൽ തേനാരിൽ യുവാവിനെ കെട്ടിയിട്ട് മർദ്ദനം. സംഭവത്തിൽ മർദ്ദനമേറ്റ യുവാവിന്റെ സുഹൃത്തുക്കളായ 2 പേർ പിടിയിൽ. സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിലാണ് മർദ്ദനമെന്നതാണ് സൂചന. ഒകരംപള്ളം സ്വദേശി വിപിനാണ് മർദ്ദനമേറ്റത്. ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. നിരവധി കേസുകളിൽ പ്രതികളായ ഒകരംപള്ളി സ്വദേശികളായ ശ്രീകേഷ്, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 17-ന് വാളയാർ ആൾക്കൂട്ടക്കൊല നടന്ന അതേ ദിവസമാണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിവരങ്ങളുമായി രേണുക ചേരുന്നുണ്ട്. രേണു, ഇപ്പോൾ പാലക്കാട് നിന്നാണ് വീണ്ടും ഒരു സംഭവം വന്നിരിക്കുന്നത്. യുവാവിനെ കെട്ടിയിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. വാളയാർ ആൾക്കൂട്ട ആക്രമണത്തിന്റെ അതേ ദിവസം തന്നെയാണ് പാലക്കാട് എലപ്പുള്ളിയിൽ യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചിരിക്കുന്നത്. യുവാവിന്റെ സുഹൃത്തുക്കളായ 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അതുതന്നെയാണ് അരുണിമ. കഴിഞ്ഞ മാസം ഈ മാസം 17-ന് ആൾക്കൂട്ട മർദ്ദനത്തിൽ വാളയാറിൽ കൊല്ലപ്പെട്ട രാംനാരായണന് സംഭവിച്ച അതേ ദിവസം തന്നെയാണ്, മർദ്ദനമേറ്റ അതേ ദിവസം രാത്രി തന്നെയാണ് ഇപ്പോൾ ഈ വീണ്ടും ഒരു അപകടം തന്നെ ഈ എലപ്പുള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഉണ്ടായിരിക്കുന്ന യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു, പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ മർദ്ദനമേറ്റത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. വിപിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഒരകരംപള്ളം സ്വദേശി വിപിനാണ് മർദ്ദനമേറ്റത്. എന്തായാലും സുഹൃത്തുക്കൾ കെട്ടിയിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. എന്തായാലും ഉപദ്രവിക്കരുത്, അടിക്കരുതെന്ന ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയും പറയുന്നുണ്ട്. എന്നാലും ബന്ധുക്കളുടെ മുമ്പിലാണ് വിപിനെ ഇങ്ങനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. സാമ്പത്തിക വിഷയങ്ങളാണ് എന്നതാണ് ലഭിക്കുന്ന സൂചന. എന്നാലും അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഈ മർദ്ദിച്ച 2 സുഹൃത്തുക്കൾ മുൻപും ഗുണ്ടാ സംഘങ്ങളിലുള്ളവരാണ്, ഗുണ്ടാ കേസുകളിലെ പ്രതികൾ കൂടിയാണ്. മറ്റ് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 2 പേര് തന്നെയാണ് ഈ വിപിനെ മർദ്ദിച്ചത് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഏറ്റവും വിഷമകരമായ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ വിഷയം എന്തെന്ന് വെച്ചാൽ ഈ രാംനാരായണന് പകൽ സമയത്ത് മർദ്ദനമേറ്റ അതേ ദിവസം തന്നെ അന്ന് രാത്രിയാണ് ഈ വിപിനും പാലക്കാട് ഒരാൾക്കൂട്ട മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. 2 സുഹൃത്തുക്കളാണ് മർദ്ദിച്ചത്. അദ്ദേഹത്തിൻ്റെ വിപിൻ്റെ മുഖത്ത് അടിക്കുന്നതും തെറി വിളിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അറസ്റ്റിലായ ശ്രീകേഷ്, ഗിരീഷ് എന്ന 2 സുഹൃത്തുക്കളെ ഇപ്പോഴെന്തായാലും പോലീസ് അറസ്റ്റിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാട് എന്നതാണ് പുറത്തു വരുന്ന കാര്യം. മറ്റു വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഡിസംബർ 17-നാണ് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഈ യുവാവിന് പാലക്കാട് സ്വദേശിയായ എലപ്പുള്ളി സ്വദേശിയായ മർദ്ദിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. എന്റെ വയറ്റിലെ ചോറ് രേണുക നമുക്കിപ്പോൾ ഉണ്ട്. രേണു, ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കെട്ടിയിട്ടാണ് ആ യുവാവിനെ വലിയ രീതിയിൽ മർദ്ദിക്കുകയാണ്. കൂട്ടത്തിലൊരു സ്ത്രീയുമുണ്ട്, വലിയ രീതിയിൽ അസഭ്യം പറയുന്നുണ്ട്. രേണുക തുടരുക.
ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഏകദേശം ഈ സ്ഥലത്ത് 5-6 പേർ കൂടി നിൽപ്പുണ്ട്. ഇയാളെ കൈ ബാക്കിലേക്ക് അല്ലെങ്കിൽ കൈ പോസ്റ്റിലേക്ക് പിടിച്ചു കെട്ടിയ നിലയിലാണ് ഈ യുവാവിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. തല്ലണ്ട എന്ന അതിലെ ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയുന്നുമുണ്ട്. എന്നാലും ഈ 2 യുവാക്കൾ, സുഹൃത്തുക്കളായ 2 യുവാക്കളാണ് ഈ വിപിൻ്റെ മുഖത്തും അതോടൊപ്പം തന്നെ തൊഴിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ സ്ത്രീ പറയുന്നുണ്ട് അടിക്കരുത്, അവന് വെള്ളം കൊടുക്കുന്നൊക്കെ ആ സ്ത്രീയും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാതെയാണ് എന്തായാലും അവിടെ ഒരു മർദ്ദനം, ആൾക്കൂട്ട മർദ്ദനം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അടുത്ത് പറയേണ്ടത് ഇതൊരു 2 സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വിപിനെ ഉപദ്രവിച്ചിരിക്കുന്നത്. സാമ്പത്തികം എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചന. പക്ഷേ ആ ദൃശ്യങ്ങളിൽ അവർ പറയുന്നത് നീ എൻ്റെ വീട്ടിൽ കയറി എന്നൊരു ചോദ്യമുണ്ട്. അതിൽ എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. സാമ്പത്തിക വിഷയം തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും ഇടപാടുകളാണോ എന്നൊരു കാര്യത്തിൽ എന്തായാലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഏറ്റവും വിഷമകരമായ വിഷയം എന്തെന്ന് വെച്ചാൽ ഡിസംബർ 17 ഈ ആൾക്കൂട്ട മർദ്ദനം, പാലക്കാട് വാളയാറിൽ നടന്ന ആൾക്കൂട്ട മർദ്ദനം, രാംനാരായണൻ എന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച അതേ ദിവസം തന്നെയാണ്, രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് വേണം പറയാൻ. എന്തായാലും അതിനുശേഷം ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങളടക്കം എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിൽ മർദ്ദനമേറ്റിരിക്കുന്ന വിപിൻ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്കും പോലീസും എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായ രീതിയിൽ തന്നെ എന്തായാലും ഈ പരാതി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് തന്നെ ഇപ്പോൾ 3ാമത്തെ വിഷയമായി ഇത് മാറുകയാണ്. കാരണം ആൾക്കൂട്ട മർദ്ദനം ഇങ്ങനെ സമൂഹത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ശരീരത്തൊക്കെ അടിക്കുന്ന ഒരു ഇതാണ്, മുഖത്തും വയറ്റിലൊക്കെ തൊഴിക്കുന്നതായിട്ടും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഡിസംബർ 17 രാംനാരായണൻ മർദ്ദനമേറ്റ് മരിച്ച അതേ ദിവസം രാത്രിയാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം. വ്യക്തമാണ്. പാലക്കാട് എലപ്പുള്ളിയിലാണ് യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ്. സംഭവത്തിൽ മർദ്ദനമേറ്റ യുവാവിന്റെ സുഹൃത്തുക്കളായ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിലാണ് മർദ്ദനം എന്നതാണ് സൂചന. ഒകരംപള്ളി സ്വദേശി വിപിനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. നിരവധി കേസുകളിൽ പ്രതികളായ ഒകരംപള്ളി സ്വദേശികളായ ശ്രീകേഷ്, ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വാളയാർ ആൾക്കൂട്ട കൊലപാതകം നടന്ന അതേ ദിവസം തന്നെയാണ് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് ഇത്തരത്തിൽ മർദ്ദിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രേണുകയാണ്.